നമസ്കാരം. രാമായണ മാസം തുടങ്ങുകയാണ്. കർക്കിടക മാസം, പഞ്ഞക്കർക്കിടകം, അങ്ങനെ പല പേരിലും ഈ മാസം അറിയപ്പെടും. കാരണം പഞ്ഞക്കർക്കിടകം അറിയപ്പെടുവാനുള്ള കാരണം നമ്മുടെ കാർന്നവന്മാരാണ്. പെരുമഴ പെയ്യുന്ന കാലത്ത് വിളവൊന്നുമില്ല, വീടിനുള്ളിൽ തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥ, ഒരു മൂടിക്കെട്ടിയ മാനസികാവസ്ഥ, മൂടിക്കെട്ടിയ കാലാവസ്ഥ, ഇത്രയും കാര്യങ്ങൾ എല്ലാം കൊണ്ട് കയ്യിൽ പണമില്ല. കാരണം ഈ കാർഷിക വിളകൾ വന്നാലേ അക്കാലത്ത് കയ്യിൽ വിനിമയത്തിനുള്ള നാണയങ്ങൾ കാണുകയുള്ളൂ. അതുണ്ടാവാറില്ല. ആ സമയത്ത് മനോധൈര്യം നഷ്ടപ്പെടാതിരിക്കാൻ ആശ്രയിച്ചിരുന്നത് ശ്രീരാമനെയാണ്. എന്തുകൊണ്ടാണ് ആശ്രയിച്ചിരുന്നില്ല എന്നൊക്കെ പലരും പറയും. ഭംഗിയായിട്ട് ആശ്രയിച്ചിരുന്നു. അധ്യാത്മരാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ടായി എഴുതിയ കാലം മുതൽ അതിനെ ആശ്രയിച്ചിരുന്നു. അതിനു മുൻപുള്ളവർ രാമായണത്തിൻ്റെ പല കഥകളും പരസ്പരം പറഞ്ഞും വായിച്ചുമെല്ലാം കർക്കിടക മാസം ആഘോഷിച്ചിരുന്നു. അല്ലെങ്കിൽ കർക്കിടക മാസം തള്ളി നീക്കിയിരുന്നു എന്ന് തന്നെ പറയണം. ആഘോഷിച്ചെന്ന് പറയുവാൻ സാധിക്കില്ല. രാമനെ ആശ്രയിച്ച് മുന്നോട്ട് പോയിരുന്നൊരു മാസമായിരുന്നു. ഇടക്കാലത്ത് പല ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ കാരണം രാമായണത്തിൻ്റെ ഒരു വായന ഗ്രഹങ്ങളിൽ കുറഞ്ഞു വന്നു. സന്ധ്യാനേരത്ത് പോലും എല്ലാ ദിവസവും രാമായണം വായിക്കുന്ന പതിവ് പല ഗൃഹങ്ങളിലും ഉണ്ടായിരുന്നു കാലാകാലങ്ങളോളം. പക്ഷേ അത് കേരളത്തിൽ കുറഞ്ഞു വരുന്നത് തിരിച്ചറിഞ്ഞ് RSSും അനുബന്ധ സംഘടനകളുമാണ് രാമായണ മാസത്തെ പുനർജീവിപ്പിച്ച് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ രാമായണത്തെയോ രാമനെയോ പുനർജീവിപ്പിക്കേണ്ട കാര്യമില്ല. ആളുകളുടെ മനസ്സിലെ രാമായണത്തെയും രാമനെയും പുനർജീവിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത് RSSും മറ്റ് സംഘടനകളുമാണ്, അനുബന്ധ സംഘടനകളുമാണ്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രേക്ഷകർ കാണാൻ പോകുന്ന പല രസകരമായ കാഴ്ചകളെയും സംബന്ധിച്ച് ഒരു ചെറിയ വിശകലനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. രാമായണ മാസം തുടങ്ങി. ഇനി മീഡിയ മുക്കാൽ പോലുള്ള മാധ്യമങ്ങളിൽ ജാതികുമാരന്മാർ അവരുടെ രാമായണത്തിൻ്റെ ഫാൻ ഫിക്ഷനുകൾ എഴുതി തുടങ്ങും. സ്വാഭാവികമാണ്. കാരണം ഈ അധ്യാത്മരാമായണം വരെയുള്ളത് ശരി, അതിനപ്പുറത്തേക്ക് എന്തിന് കമ്പരാമായണം പോലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഫാൻ ഫിക്ഷനുകളാണ്. വാൽമീകി രാമായണമാണ് യഥാർത്ഥ സ്രോതസ്സ്. എന്നാൽ ഏറ്റവും സുന്ദരമായ രാമായണം വാൽമീകി രാമായണമല്ല. ആ രാമായണം രണ്ട് ആളുകളെ കണ്ടിട്ടുള്ളൂ. ഒന്ന് അതിൻ്റെ രചയിതാവും, രണ്ട് വാൽമീകി മഹർഷി. അതിൻ്റെ രചയിതാവ് ആഞ്ജനേയസ്വാമി ശ്രീ ഹനുമാനാണ്. അദ്ദേഹം എഴുതിയ രാമായണം വാൽമീകി മഹർഷി വായിച്ചു നോക്കി. അത് ഹനുമാൻ്റെ സ്വരമാധുരിയിൽ ചൊല്ലിക്കേട്ടതോടുകൂടി വാൽമീകി മഹർഷി പറഞ്ഞു, ഞാൻ എഴുതിയ രാമായണം ഇതിൻ്റെ മുൻപിൽ ഒന്നുമല്ല. ഇത് പ്രചരിച്ചാൽ എൻ്റെ രാമായണത്തിനൊരു വിലയും ഇല്ലാതാകും എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ട് ഹനുമാൻ ആ രാമായണം ലോകരുടെ മധ്യത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. അതാണ് ഏറ്റവും സുന്ദരമായ രാമായണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ശ്രീ ഹനുമാൻ രചിച്ച രാമായണം ജനമധ്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നിലവിലുള്ള യഥാർത്ഥ രാമായണം എന്നുള്ളത് വാൽമീകി രാമായണമാണ്. അല്ലാതെ സുന്ദരകാന്ഡം ഉൾപ്പെടെയുള്ളത് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്ത സീതയുടെ വനവാസവും സീതയെ ഉപേക്ഷിക്കുന്ന കഥയും അല്ലെങ്കിൽ ഭൂമി പിളർന്ന് സീത അപ്രത്യക്ഷയാകുന്ന കഥയും എല്ലാം പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ്. ശംഭുകനെ പോലുള്ള കഥകളും പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തോടു കൂടി അവസാനിക്കുന്നതാണ് യഥാർത്ഥ രാമായണം. ശരിയാണ്, ഉപകഥകൾ പലതുണ്ട്. രാമായണത്തോട് ചേർന്ന് നിൽക്കുന്നതും രാമായണത്തോട് ഒട്ടും യോജിക്കാത്തതുമായിട്ടുള്ള കഥകൾ പലതുണ്ട്. പക്ഷേ ഏതൊക്കെ ഉപകഥകൾ രചിച്ചാലും, ഏതൊക്കെ ജാതികുമാരന്മാർ ഫാൻ ഫിക്ഷനുകൾ രചിച്ചാലും, ഏതൊക്കെ ഫെമിനിസ്റ്റുകൾ സീതയുടെ പക്ഷത്ത് നിന്ന് രാമനെ മോശക്കാരനായി ചിത്രീകരിച്ച് കഥകൾ ഇറക്കിയാലും, ശ്രീരാമൻ എന്നുള്ളത് രാമോ വിഗ്രഹവാൻ ധർമ്മ, ശ്രീരാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. ഒരു മകൻ എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണം, ഒരു സുഹൃത്ത് എങ്ങനെയായിരിക്കണം, ഒരു യോദ്ധാവ് എങ്ങനെയായിരിക്കണം, ഒരു വനവാസി സന്യാസി എങ്ങനെയായിരിക്കണം, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉത്തമ ഉദാഹരണമായി പിന്തുടരാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീരാമൻ. അതിന് ഒരു തർക്കവും വേണ്ട. മനുഷ്യനായി ജീവിച്ച ദൈവമാണ്. മനുഷ്യനായി ജീവിച്ച ദൈവമെന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രാമായണത്തിനോട് ചേർന്ന് നിൽക്കുന്ന വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം സീതയുടെ വീക്ഷണകോണിൽ നിന്ന് തന്നെയുള്ള ഈ ആധുനിക കാലത്തെ ഫെമിനിസ്റ്റുകൾ എഴുതാത്തൊരു വ്യാഖ്യാനമാണ്. ആലോചിച്ച് നോക്കൂ, രാവണൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വാങ്ങിയ വരം തുച്ഛനായ മനുഷ്യനിൽ നിന്ന്
ഉള്ള മരണത്തെ ഞാൻ ഭയക്കുന്നില്ല. തുച്ഛനായ മനുഷ്യന് എന്നെ വധിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ദേവന്മാരോ അസുരന്മാരോ മറ്റ് പക്ഷിമൃഗാദികളോ ഒന്നും എന്നെ വധിക്കാൻ പാടില്ല എന്ന് വാങ്ങിയ വരത്തിൻ്റെ കൂട്ടത്തിൽ മനുഷ്യനെ രാവണൻ ഉൾപ്പെടുത്തിയിരുന്നില്ല, തുച്ഛനായ മനുഷ്യനെ. ഇതൊരു വ്യാഖ്യാനമാണ് ഞാൻ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ രാമായണത്തിൻ്റെ മറ്റൊരു വീക്ഷണകോണാണ്. അതുകൊണ്ട് തന്നെ തുച്ഛനായ മനുഷ്യനായിട്ടാണ് മഹാവിഷ്ണു അവതരിച്ചത്. തുച്ഛനായ മനുഷ്യനെന്ന് പറഞ്ഞാൽ മോശക്കാരനല്ല, ദൈവീക ശക്തികളൊന്നുമില്ലാത്തൊരു അവതാരമായിട്ട്. ദൈവീക ശക്തികൾ പോകെ പോകെ ആയോധന കലകളിലാണെങ്കിലും മറ്റ് അറിവുകളിലാണെങ്കിലും ഗുരുക്കന്മാരിൽ നിന്ന് നേടിയെടുക്കുകയായിരുന്നു ശ്രീരാമൻ ചെയ്തത്. പക്ഷേ ദൈവാവതാരമായിട്ട് ജനിച്ചത് സീതാദേവിയാണ്. കാരണം ദേവന്മാർ മഹാവിഷ്ണു തുച്ഛ മനുഷ്യനായി അവതരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. കാരണം ഈ മനുഷ്യൻ്റെ ജന്മത്തിനൊരു കുഴപ്പമുണ്ട്. രാവണനോട് ഏറ്റുമുട്ടണമെങ്കിൽ രാവണൻ ഗ്രഹങ്ങളെല്ലാം സ്വന്തം നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്ന മനുഷ്യനാണ്, നിർത്തിയിരിക്കുന്ന അസുരനാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ ജാതകത്തെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ രാവണനായേക്കും. അപ്പോൾ ലക്ഷ്മി ദേവിയോട് അവർ സങ്കടം പറഞ്ഞപ്പോൾ ലക്ഷ്മി ദേവി പറഞ്ഞു, ഞാനും കൂടെ പോയി ജനിക്കാം. അപ്പോൾ പറഞ്ഞു, മനുഷ്യയോനിയിൽ ജനിച്ചാൽ ഇതേ പ്രശ്നം തന്നെ അവിടത്തേക്കും ഉണ്ടാകും. ലക്ഷ്മി ദേവി പറഞ്ഞു, ഞാൻ ദേവിയായി തന്നെ ഭൂമി ദേവിയിൽ നിന്ന് അയോനിജയായി ജനിക്കാം, യോനിയിലൂടെ അല്ലാതെ ഞാൻ ജനിക്കാം. അങ്ങനെയാണ് സീതാദേവിയുടെ ജന്മം ഉണ്ടാകുന്നത്. രാമായണത്തിൻ്റെ ഓരോ ഘട്ടവും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ശിവധനുസായ പിനാകം 6-ാം വയസ്സിൽ എടുത്തുയർത്തുന്ന സീതാദേവി, രാമനെ തിരിച്ചറിയുന്ന സീതാദേവി, രാമനെ വിവാഹം ചെയ്യുന്ന സീതാദേവി, രാമനോടൊപ്പം വനവാസത്തിന് പോകണ്ട എന്ന് രാമൻ പോലും പറഞ്ഞിട്ടും അങ്ങനെ യാതൊരു നിബന്ധനയും ഇരുന്നിട്ട് പോലും രാമനോടൊപ്പം വനവാസത്തിന് പോകുന്ന സീതാദേവി. കാരണം സീതാദേവി പോയില്ലെങ്കിൽ രാമായണം മുന്നോട്ട് പോകില്ല. സീതാദേവിക്ക് അറിയാം സ്വർണ്ണമാൻ എന്നൊരു മാനില്ല എന്ന്. എന്നാലും രാമനെ അയക്കണം, എന്നാലേ രാവണൻ വരൂ. ലക്ഷ്മണനോട് പോകാൻ പറഞ്ഞു. ലക്ഷ്മണൻ അവിടെ നിന്നാലും രാവണൻ വരില്ല. ലക്ഷ്മണരേഖ വരച്ചു. ലക്ഷ്മണരേഖയ്ക്ക് ഇപ്പുറത്തേക്ക് രാവണന് കടന്നു വരാൻ പറ്റില്ല. അതുകൊണ്ട് സീതാദേവി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. രാവണൻ പിടികൂടാൻ പോയപ്പോൾ രാവണനെ ഓർമ്മിപ്പിച്ചു, മറ്റൊരു സ്ത്രീയുടെ ദേഹത്ത് അനുവാദമില്ലാതെ നീ തൊട്ടാൽ നിൻ്റെ ശിരസ് പൊട്ടിത്തെറിക്കും. രാവണൻ അങ്ങനെ ഒരു ശാപമുണ്ട്. അതുകൊണ്ട് സ്വയം പുഷ്പവിമാനത്തിലേറി ലങ്കയിലേക്ക് ചെന്നു. ഹനുമാൻ ദൂതുമായി വന്നപ്പോൾ, മാതാവേ ഞാൻ നിങ്ങളെ ശ്രീരാമദേവൻ്റെ അടുത്തെത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, രാമൻ വരട്ടെ, കാരണം രാവണനെ വധിക്കണമല്ലോ. രാമൻ വന്നു, രാവണനെ വധിച്ചു. രാമായണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സീതാദേവിയാണ്. ഇത്തരത്തിലൊരു വ്യാഖ്യാനം, മനോഹരമായിട്ടുള്ളൊരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. രാമായണം സീതായനം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, തുച്ഛനായ മനുഷ്യനായി ജനിച്ച രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമായി മാറുന്നത് അദ്ദേഹം കടന്നു വന്ന പരീക്ഷണങ്ങളും അദ്ദേഹം അതിനെ അതിജീവിച്ച നിശ്ചയദാർഢ്യവും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സുമാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ദൈവീകത അതിലേക്ക് പിന്നീട് മാത്രമേ വരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭക്തിയാകട്ടെ, പിതാവിനോടുള്ള അനുസരണാശീലമാകട്ടെ, മനോഭാവമാകട്ടെ, സഹോദരന്മാരോടുള്ള പെരുമാറ്റമാകട്ടെ, സീതാദേവിയോടുള്ള സ്നേഹമാകട്ടെ, രാവണനോടുള്ള ശത്രുതയാകട്ടെ. കാരണം രാവണനോടുള്ള ശത്രുത ക്ഷാത്രവീര്യം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. രാവണൻ പൊക്കിളിൽ അമ്പേറ്റ് മരിച്ചു വീഴുന്ന ആ നിമിഷം മുതൽ ശ്രീരാമദേവന് രാവണനോട് യാതൊരു ശത്രുതയുമില്ല. ഹനുമാനോടുള്ള വാത്സല്യമാകട്ടെ, ഭരതനോടുള്ള വാത്സല്യമാകട്ടെ. ഇനി രാമൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ്റെ ഓരോ വാക്കും ഒരു ഉദാഹരണം. ഞാനിന്ന് രാമായണത്തെ സംബന്ധിച്ച് ഈ പലരും ഇനിയൊരു വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ നിങ്ങളൊന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് എനിക്ക് ബോധ്യമായ ചില കാര്യങ്ങൾ, അത് ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചതും കണ്ടറിഞ്ഞതും ഈ പറഞ്ഞതുപോലെ സ്വയം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഹനുമാൻ ചാലീസയിൽ രാമൻ പറയുന്നത്, രാമൻ ഹനുമാനെ ആലിംഗനം ചെയ്ത് പറയുന്നത്, നീ എനിക്ക് ഭരതനെപ്പോലെ പ്രിയപ്പെട്ടവനാണ് എന്നാണ്. കേൾക്കുന്നവർക്ക് പെട്ടെന്ന് തോന്നാം, ഭരതനെപ്പോലെ പ്രിയപ്പെട്ടവനോ, ലക്ഷ്മണനെപ്പോലെ പ്രിയപ്പെട്ടവനെന്ന് പറയാത്തത് എന്താണ്? അപ്പോൾ ഭരതനാണോ ലക്ഷ്മണനേക്കാളും പ്രിയപ്പെട്ടത്? രാമായണത്തിൻ്റെ മനോഹാരിതയും അതാണ്. രാമായണത്തിൽ പറയുമല്ലോ, മാം വിദ്ധി എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനെ 10 തരത്തിൽ വ്യാഖ്യാനിക്കാമെന്ന് വരരുചി പറഞ്ഞിട്ടുണ്ട്. 10 അല്ല, അതിനെ 10,000 തരത്തിൽ വ്യാഖ്യാനിക്കാം. അത്തരത്തിൽ വ്യാഖ്യാനിക്കാം രാമായണത്തെ. അതുകൊണ്ട് തന്നെ ഈ ഭരതനെപ്പോലെ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഹനുമാന് നൽകുന്ന സ്ഥാനം ഭരതന് തുല്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം രാമൻ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. ലക്ഷ്മണന് തുല്യനായി എൻ്റെ ജീവിതത്തിൽ ആരുമില്ല, കാരണം അങ്ങനെ ഞാൻ ആരെയും പ്രതിഷ്ഠിക്കില്ല എന്നൊരർത്ഥം കൂടി അതിന് പറയാം.
അല്ലാതെ നേരെ അർത്ഥത്തിൽ അത് വായിച്ചെടുക്കരുത്. അതാണ് രാമായണത്തിൻ്റെ മനോഹാരിത. ഇതിനും ഒരു പല മടങ്ങ് സങ്കീർണമാണ് മഹാഭാരതം. അത് മറ്റൊരവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും പറഞ്ഞു വന്നത്, ശ്രീരാമദേവൻ ദേവനാകുന്നത് അദ്ദേഹത്തിൻ്റെ മാനുഷികമായ പ്രവൃത്തികളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വീര്യത്തിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ അസ്ത്രശസ്ത്രങ്ങളിലുള്ള അറിവുകളിൽ നിന്നോ അദ്ദേഹം കാണിക്കുന്ന മായാജാലങ്ങളിൽ നിന്നോ ഒന്നുമല്ല. ശ്രീരാമദേവൻ യാതൊരു അത്ഭുത വിദ്യകളും കാണിക്കുന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഒരിക്കൽ മാത്രം കുപിതനായി വരുണന് നേരെ അമ്പെയ്യുവാൻ മുതിരുന്ന അദ്ദേഹത്തെ മാത്രം ഒരു ദൈവീക രൂപത്തിൽ നാം കാണുന്നു. മറ്റെല്ലാ അവസരത്തിലും ഒരു മനുഷ്യനായി ഏറ്റവും താഴ്മയോടെ, ഏറ്റവും വിനയത്തോടുകൂടി എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം പലവട്ടം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടും കിഷ്കിന്ധ രാജ്യം സുഗ്രീവന് നൽകിയിട്ട് പോലും ആ കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിക്കാതെ, എന്നാൽ കിഷ്കിന്ധ രാജ്യം സുഗ്രീവന് നൽകുവാൻ വേണ്ടി ബാലിയെ ഒളിഞ്ഞു നിന്ന് അമ്പെയ്തു എന്ന കളങ്കം സ്വയം എടുത്തണിഞ്ഞ ഒരു മനുഷ്യനായി തന്നെ ജീവിച്ച ദൈവാവതാരമായിരുന്നു ശ്രീരാമൻ. അതുകൊണ്ട് തന്നെ പറയുന്നു, പല മുസ്ലിം പണ്ഡിതന്മാരുമൊക്കെ ഇപ്പോൾ പറഞ്ഞു വരുന്നുണ്ട് ശ്രീരാമനും ശ്രീകൃഷ്ണനുമൊക്കെ 5 നേരം നിസ്കരിച്ചിരുന്നു എന്ന്. ഇല്ല, ശ്രീരാമദേവൻ ആകെ പൂജിച്ചിട്ടുള്ളത് ശ്രീ പരമേശ്വരനെ മാത്രമാണ്. രാമേശ്വരം ശിവലിംഗവും അതിന് തെളിവാണ്. രാമേശ്വരം എന്നവിടെ പറയുന്നത് രാമൻ്റെ ഈശ്വരനായ ശിവൻ വസിക്കുന്ന സ്ഥലമാണ്. ശ്രീരാമദേവൻ്റെ സാന്നിധ്യമുണ്ടായ സ്ഥലമാണ്. അള്ളാഹുവിനെ അല്ല രാമൻ ആരാധിച്ചിരുന്നത്. മുസ്ലിം സുഹൃത്തുക്കൾക്ക് വിരോധമൊന്നും തോന്നരുത്. അള്ളാഹു എന്നൊരു ദൈവം, ആ ഒരു സങ്കല്പം സനാതനധർമ്മത്തിലില്ല. എല്ലാത്തിനും മുകളിൽ ഇരുന്ന് എന്നെ ആരാധിച്ചില്ലെങ്കിൽ അഗ്നിയിലിട്ട് വറുത്തെടുക്കും എന്നുള്ളൊരു സങ്കല്പം സനാതനധർമ്മത്തിലില്ല. അതുകൊണ്ട് തന്നെ രാമനോ ഹനുമാനോ ഏതെങ്കിലും ഒരു അവസരത്തിൽ അത്തരത്തിലൊരു ദൈവത്തിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവരതിനെ നിരാകരിച്ച് കളയുകയുണ്ടായിരുന്നുള്ളൂ. അത്തരത്തിലൊരു ദൈവം വന്നെന്നും അതിനെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. കാരണം 1400 വർഷങ്ങളെ ആയിട്ടുള്ള അള്ളാഹു ഉണ്ടായിട്ട് അതിനു മുൻപ് സനാതനധർമ്മമുണ്ട്. സനാതനധർമ്മം എന്നുമുണ്ട്. സനാതനധർമ്മത്തിലെ ഈശ്വരന്മാരുടെ ഒരു പ്രതിനിധിയാണ് ശ്രീരാമൻ. ശ്രീരാമൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ ശ്രീരാമനെ ഒരിക്കലും പൂർണ്ണാവതാരമെന്ന് പറയാറില്ല. കൃഷ്ണനെയാണ് പൂർണ്ണാവതാരം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാരണമുണ്ട്. ശ്രീരാമൻ തുച്ഛമാനുഷ്യനായി ജനിച്ച് പൂർണ്ണതയിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം, മനുഷ്യജീവിതം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം പൂർണ്ണാവതാരമായിട്ടല്ലാതെ മഹാവിഷ്ണുവിന് അവതരിക്കുവാനേ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരമായിട്ട് ജനിച്ചത്. ഇതും ഈ എളിയവൻ്റെ വ്യാഖ്യാനമാണ്. പ്രേക്ഷകർക്ക് അതിനോടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവയ്ക്കുക. കാരണം രാമായണ മാസമാണ്. രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ദിവസങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് തത്വമയി ന്യൂസിൻ്റെ ഒരു തീരുമാനം. ഓരോ ദിവസവും ശ്രമിക്കാം ഓരോരുത്തരായി അവരവരുടെ രാമായണ വ്യാഖ്യാനങ്ങൾ, രാമായണവുമായി ബന്ധപ്പെട്ട ചെറിയ കഥകൾ, രസകരമായ കാര്യങ്ങൾ, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മീഡിയ മുക്കാലിലൊക്കെ വരുന്ന വ്യാഖ്യാനങ്ങളുടെ വിമർശനങ്ങൾ, ഇവയെല്ലാമായി രാമായണ മാസം നമുക്കും ശ്രീരാമസ്മൃതിയിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച്, രാമായണത്തെക്കുറിച്ചുള്ള നിങ്ങൾ കേട്ടിട്ടുള്ള മനോഹരമായ വ്യാഖ്യാനങ്ങൾ, തെറ്റായ വ്യാഖ്യാനങ്ങൾ, എന്താണ് ശ്രീരാമൻ എന്ന മനുഷ്യനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ദൈവത്തിൻ്റെ പൂർണ്ണാവതാരത്തിലേക്കുള്ള യാത്രയിൽ രാമായണത്തിൽ, രാമൻ്റെ അയനത്തിൽ നിങ്ങൾ കണ്ട ശ്രീരാമനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, സീതാദേവിയുടെ മഹത്വത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഭരതൻ, ലക്ഷ്മണൻ, ആരുടെ ഫാനാണ് നിങ്ങൾ? ഹനുമാൻ്റെ ഫാൻ ഒരുവിധപ്പെട്ട എല്ലാവരുമാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എന്നാലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ രാമായണ മാസത്തിൽ തത്വമയി ന്യൂസുമായി നിങ്ങൾ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏവർക്കും സന്തോഷകരമായിട്ടുള്ള, സമാധാനപരമായിട്ടുള്ളൊരു രാമായണ മാസം ആശംസിക്കുന്നു. ഈ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.